അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, തമ്പനയിൽ പറഞ്ഞതുപോലെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവരവരുടേതായ ജീവിതവും ജീവിത ചുറ്റുപാടുകളും അവരുടെ സന്തോഷങ്ങളും സല്ലാപങ്ങളും യാത്രകളും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അവർക്ക് അതൊക്കെ വീഡിയോ ചെയ്ത് ചിത്രീകരിച്ച് യൂട്യൂബിലിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡം എന്ത് എന്നുള്ളതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറയാനല്ല. മുമ്പൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്, ഒരു ഉസ്താദിന്റെ ഒരു കുട്ടി. അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ കോൺവെർസേഷൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ അത് അയച്ചിട്ട് എന്നോട് ചോദിക്കാണ്, ഉസ്താദിന് ഇങ്ങനെ ഫാമിലി വ്ളോഗും ഇതൊക്കെ നടത്താമല്ലേ എന്ന്. ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചത് അതെന്താണ് എന്നൊന്ന് പഠിക്കുക. അതിലൊരു വ്യക്തി എങ്ങനെ, അതും ചെറിയൊരു മകളാണ്, ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയോട് അദബ് പഠിപ്പിക്കുന്നതായ ഒരു വീഡിയോ ആണത്. അദബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം, ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം എന്നൊക്കെ പറയുന്ന, അതുപോലെ തന്നെ ഉമ്മ സ്വന്തം മാതാവിന് സമ്മാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ, അതെന്താണ് സമ്മാനം, അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ടാണ് എന്നോട് പറയും, ഇങ്ങനെയൊക്കെ ഉസ്താദുമാർക്കും നടക്കാമല്ലേ എന്ന്. ആർക്കും എങ്ങനെയും ഇന്ത്യ രാജ്യത്ത് ജീവിക്കാം, ആരും തടയില്ല, എന്തും ചെയ്യാം. പിന്നെ ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ അത് എങ്ങനെ നടക്കണം എന്നുള്ളതൊക്കെ ഒരുപാട് പഠനങ്ങളും എല്ലാം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും നെഗറ്റീവൽക്കരിച്ചുകൊണ്ട് എല്ലാം എതിർക്കണം, എതിർത്ത് മാത്രമേ സംസാരിക്കാവൂ എന്ന രൂപത്തിലേക്ക് പോകാൻ പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പരിശുദ്ധമായ ഖുർആനുണ്ട്. മാത്രവുമല്ല, പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്ന മറ്റൊരു സ്ഥലം കാണാം, ഉപദേശം ഫലവത്താവുന്നിടത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഖുർആനൊക്കെ തന്നിട്ടുണ്ട്, എല്ലാവരും തന്നിട്ടുണ്ട്. അപ്പൊ വീഡിയോസുകൾ അത് അവരവരുടെ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളുടെ മേൽ കൈ കടത്തിക്കൊണ്ട് എല്ലാം എതിർക്കുക, എല്ലാം കുറ്റപ്പെടുത്തുക എന്നുള്ളത് അത് ശരിയായ മാർഗമല്ല. നമ്മൾ നമ്മിലേക്ക് സ്വയം ഒന്ന് ചൂണ്ടുക, നമ്മിൽ വരുന്നതായ തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് അറിയുക, അതിലെന്തെല്ലാം തിരുത്തണമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ എന്നെ ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? നീ നാളെ പരലോകത്ത് നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക. അപ്പൊ ഞാന് മറ്റുള്ളവരെ കുറിച്ച് ആവലാതി എല്ലാവർക്കും കൂടുതലാണ്. എന്നാൽ എന്നെക്കുറിച്ചോ ഞാൻ പറയുന്നത് ഞാൻ ഓക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ ഓക്കെയാണ്, ഞാൻ ക്ലിയർ ആണ്, എൻ്റെ അടുത്തൊരു തെറ്റുമില്ല, അവൻ മാത്രമാണ് അല്ലെങ്കിൽ അവള് മാത്രമാണ്, അവര് മാത്രമാണ് തെറ്റുകാര്, അവരൊക്കെ എന്താ ചെയ്യണമെന്ന് നോക്കിയേ, അവരൊക്കെ എന്തോ ചെയ്തോട്ടെ, ഞാൻ എന്താണ് ചെയ്യണത്? ഞാൻ കുറ്റങ്ങൾ പറഞ്ഞ് അവരുടെ എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുക്കും, ഞാൻ ചെയ്ത വല്ല നന്മ ഉണ്ടെങ്കിൽ അത് അവർക്ക് അങ്ങോട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഓൺലൈൻ എന്ന് പറയുന്നത് ഈ മുഖ്യധാരയിൽ വന്നുകൊണ്ട് എല്ലാം വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വീണ്ടും എടുത്തെടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നന്മകൾ പറയുക, നന്മകൾ വീണ്ടും പറയുക. ആ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് കുറേ പറയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം എന്നെ നന്നാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക.